വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമായിരിക്കുന്ന ആലോചന തരുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. എൻ്റെ ഹൃദയത്തിൽ വന്നതായിരിക്കുന്നൊരു ചിന്ത ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം, അതിൻ്റെ 25 മുതലുള്ള ഭാഗം നാം വായിക്കുമ്പോൾ, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അടുത്തത്, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നമുക്കറിയാം, നമ്മുടെ എല്ലാവർക്കും ക്രൂശ് എന്ന് പറഞ്ഞൊരു വസ്തുതയുണ്ട്. അത് പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. ലോകത്തിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഉള്ളവരാണ്. എന്നാൽ കർത്താവ് അവിടെ പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം നമ്മൾ കണ്ടെത്തുന്നത് നമുക്കുള്ളവരിലൂടെയാണ്. നമുക്കറിയാം, നമുക്കുള്ളവർ നമ്മളെ സഹായിച്ചില്ലെങ്കിലാണ് നമുക്ക് എപ്പോഴും വേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കുള്ളവർ നമ്മളെ സഹായിക്കാനായിട്ട് അടുത്ത് വന്നില്ലെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും നോക്കുന്നത്, എനിക്കുള്ളവർ എൻ്റെ അടുക്കൽ എന്താ വരാഞ്ഞേ. നമുക്കറിയാം, ലോകത്തിലുള്ള പലരും, അല്ലെങ്കിൽ പൊതുവിൽ നമ്മൾ അറിയാത്ത ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നില്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ആരോടും നമ്മളൊരു അമർഷബോധം ഒന്നും കാണിക്കാറില്ല. എന്നാൽ നമുക്കുള്ള സ്വന്തമായവര് നമ്മളുടെ ഒരു പ്രയാസം വരുമ്പോൾ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ, നമ്മളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ, നമ്മൾക്ക് വേണ്ട സഹായം ചെയ്തില്ലെങ്കിൽ നമുക്ക് അവരോട് വേദന തോന്നാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, എൻ്റെ ശിഷ്യനാകാനായിട്ട് ഒരാൾ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ്റെ മുഴുവൻ പ്രശ്നത്തിനും പരിഹാരകൻ ആരായിട്ട് കരുതണം? ദൈവമായിട്ട്. ഞാനാണ് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും വാങ്ങിച്ചുകൊണ്ടിരിക്കും, കൊടുക്കാനായിട്ട് നമുക്ക് സമയമേ ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തരുമ്പോൾ എന്താ പ്രയോജനം എന്നറിയോ? നമുക്കെല്ലാവർക്കും കൊടുക്കാനായിട്ടുണ്ടാകും. കാരണം എനിക്ക് വേണ്ടതെല്ലാം ആര് തരുന്നുണ്ട്? ദൈവം തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷത്തോടെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ടും പറ്റും. എന്നാൽ നമ്മളിവിടെ വായിക്കുന്ന ഒരു കാര്യം കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, ഒരു കാര്യം കൂടെ. അതിൻ്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ എല്ലാം വിടണം എന്ന് വെച്ചാൽ ഉദാഹരണം ഇങ്ങനെ പറയാം, എൻ്റെ യാതൊന്നുമല്ല എൻ്റെ ആശ്രയം, എൻ്റെ സമ്പത്തോ എൻ്റെ കഴിവോ എൻ്റെ ആരോഗ്യമോ എൻ്റെ ജ്ഞാനമോ മറ്റ് യാതൊന്നുമല്ല. ലോകപ്രകാരം നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ കഴിവുകളാണ്. നമ്മളെ ഒരു യൗവനപ്രായത്തിലേക്കൊക്കെ വരുമ്പോൾ അവൻ്റെ ശാരീരിക ആരോഗ്യം, അവൻ്റെ പഠിക്കാനുള്ള കഴിവ്, അവൻ്റെ ശക്തി, അതിലൊക്കെ അവൻ ആശ്രയം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് പറയാ, തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നവന് മാത്രമേ വാസ്തവത്തിൽ കർത്താവിൻ്റെ ശിഷ്യത്വം അഥവാ കർത്താവിൻ്റെ വചനത്തിന് വില കൊടുത്ത് ആ വചനത്തിൽ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ തെളിവിനായിട്ട് നമുക്ക് 14-ാം അധ്യായത്തിൻ്റെ തന്നെ 1 മുതലുള്ള ഭാഗം ഒന്ന് വായിക്കാനായിട്ട് ഇടയാണ്. നമുക്ക് അതിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുന്ന, പരീശ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു. അവിടെ മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. യേശു ന്യായശാസ്ത്രിമാരോടും പരീശന്മാരോടും ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരോ മിണ്ടാതെയിരുന്നു. അവൻ അവനെ തൊട്ടു സൗഖ്യമാക്കി വിട്ടയച്ചു. പിന്നെ അവരോട്, നിങ്ങളിൽ ഒരുത്തന്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിച്ചതിന്
പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. നമുക്കറിയാം, കർത്താവ് അവരോട് ചോദിക്കുകയാണ്, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണ്, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണ്. ആ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞില്ല. എന്നാൽ ഇവിടെ നമുക്കറിയാം, പരീശ പ്രമാണികളുടെ വീട്ടിൽ കർത്താവ് ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് മഹോദരമുള്ള ഒരു മനുഷ്യൻ അവിടെ തൻ്റെ മുൻപിൽ വന്നിരിക്കുക. നമുക്കറിയാം എന്തിനാണ് കർത്താവ് ശബത്ത് നാൾ ഉണ്ടാക്കിയത്. 6 ദിവസം വേല ചെയ്ത ശേഷം ഒരു ദിവസം ആരുടെ മുമ്പിൽ വന്നിരിക്കണം? ദൈവസന്നിധിയിൽ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം ശബത്തിനെ ഉണ്ടാക്കിയത്. ശബത്ത് ആര് നിമിത്തം ഉണ്ടാക്കിയതാ? ദൈവം നിമിത്തമാണോ മനുഷ്യൻ നിമിത്തമാണോ? മനുഷ്യൻ നിമിത്തം ഉണ്ടാക്കിയതാ. ഒരു ദിവസമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്നോർത്ത് ദൈവം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയാണ് ശബത്ത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് സ്വസ്ഥമാകണമെന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. ഒരു സ്വസ്ഥത, ആ സ്വസ്ഥത കൊതിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായ അവസ്ഥ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒന്ന് ക്ഷീണമാണ്, ഉറക്കം വേഗത്തിൽ അങ്ങ് വരികയാണ്. കാരണം എന്താ? ഇത്രയും നേരം അധ്വാനിച്ചു, വൈകുന്നേരം ആകുമ്പോ ശരീരം സ്വസ്ഥതയ്ക്കായിട്ടങ്ങ് കൊതിക്കുക. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? സ്വസ്ഥത എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കർത്താവ് വാസ്തവത്തിൽ നമുക്ക് ഈ ശബത്ത് നാൾ എന്തിനാ തന്നേന്നൊന്ന് ആലോചിച്ചേ. ദൈവസന്നിധിയിൽ ഒന്ന് സ്വസ്ഥമായിട്ട് എല്ലാവരും ഒന്ന് ഇരിക്കണം. മാത്രമല്ല അവൻ്റെ ഹൃദയത്തെ കുളിർമയേകുന്ന ദൈവത്തിന്റെ വചനം അവൻ ശ്രവിക്കണം. ആ വചനത്തിൽ നിന്ന് അവൻ ആവശ്യമായ എല്ലാ ആശ്വാസവും കൈക്കൊണ്ടിട്ട് അവൻ സഭാഹോള് വിട്ട് പോകണം. ഇതെല്ലാം ആശിച്ചുകൊണ്ടാണ് ഞായറാഴ്ച എന്നൊരു ദിവസം ദൈവ ശുശ്രൂഷകന്മാരായിട്ട് ചിലരെ എഴുന്നേൽപ്പിച്ചു. ദൈവം അത് കേൾക്കാനായിട്ട് ചിലരെ എഴുന്നേൽപ്പിച്ചു. അത് ഏറ്റവും സന്തോഷത്തോടുകൂടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് വീട്ടിൽ പോകുന്നവരായിട്ട് നമ്മളെ മാറ്റി. അപ്പൊ ശബത്ത് നാളിന്റെ ലക്ഷ്യം ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ വേല ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നന്നായിട്ട് ശമ്പളം ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 6 ദിവസവും അവർക്ക് നന്നായിട്ട് എന്ത് കിട്ടും? ശമ്പളം കിട്ടും. എല്ലാ ദിവസവും പണിയെടുത്താൽ നല്ല ശമ്പളം കിട്ടും. അപ്പം 7-ാം ദിവസത്തോടെ പണിയെടുത്താലോ? 7-ാം ദിവസം കൂടെ പണിയെടുത്താലോ? ഇന്നത്തെ നമ്മുടെ ഒരു പദ്ധതി അനുസരിച്ചാണെങ്കിൽ അവധി ദിവസങ്ങളിൽ പണിയെടുത്താൽ ഡബിൾ ആയിട്ടുള്ള എമൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ച ദിവസം മിക്കവാറും ആരും തന്നെ പണിക്ക് വരത്തില്ല. അന്ന് പണിയെടുത്താൽ ഞങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഡബിൾ പേയ്മെന്റ് കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഈ പണം അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ അവന്റെ ജോലിയിലുള്ളതായിരിക്കുന്ന അവന്റെ താല്പര്യം, അത് മുഖാന്തരം ഉണ്ടാകുന്ന ധനം അവൻ ആശ്രയമാക്കി വെക്കുമ്പോൾ എൻ്റെ ചോദ്യം, അവൻ 7-ാം ദിവസം വാസ്തവത്തിൽ സന്തോഷകരമാണോ? ഇവിടെ വന്നിരുന്ന എന്തോ കിട്ടാനാ? പൈസ വല്ലതും കിട്ടുമോ? ഉള്ള പൈസ എന്ത് ചെയ്യും? പറഞ്ഞേ, പോകത്തേ ഉള്ളൂ. സ്തോത്രാഴ്ച സഞ്ചിയില് അത് പോകത്തേ ഉള്ളൂ. അപ്പൊ വരുമാനം കിട്ടുന്ന ഒരു ദിവസമാണോ വാസ്തവത്തിൽ? ഇന്ന് നമുക്കറിയാം, നമ്മുടെ മക്കൾ ഒത്തിരി പേരും ഞായറാഴ്ച ദിവസത്തെ എന്തായിട്ട് കണക്കാക്കുന്നില്ല, വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. മിക്ക ആളുകളും ഇന്ന് പ്രത്യേകിച്ച് ജോലി, അങ്ങനെയുള്ള ജോലിയൊക്കെയാണ് നമ്മുടെ മക്കൾ കൂടുതലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം മിക്ക ആഴ്ചകളിലും അവരെവിടെ പോകേണ്ടതായിട്ട് വരുന്നു? ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. ഞാൻ ജോലിക്ക് പോകുന്നതിനെ തടസ്സം ചെയ്യാൻ സംസാരിക്കുകയല്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നമുക്കിവിടെ ഓർക്കണം, ഇവിടെ ഈ ശബത്ത് നാൾ ഉണ്ടാക്കിയപ്പം, അല്ലെങ്കിൽ ശബത്ത് നാളിനെ ദൈവം അവർക്ക് നൽകിയപ്പോ 7 ദിവസം, അതായത് 7-ാമത്തെ ദിവസം അവര് ശബത്ത് നാളിനെ ലംഘിക്കുന്നവനെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള വലിയ ശിക്ഷാപദ്ധതി എന്തിനായിരിക്കും ഉണ്ടാക്കി? അങ്ങനെയാണെങ്കിൽ എടാ, ഇങ്ങനെയെങ്കിലും പറഞ്ഞാലേ ഇവൻ എവിടെ വരത്തുള്ളൂ? ദൈവസന്നിധിയിലേക്ക്. അപ്പൊ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ശബത്ത് നാളിനെ ഒരാൾ ലംഘിച്ചാൽ അവനെ കൊന്നുകളയുമെന്നുള്ള ഭയം വരുത്തിയിട്ടും അവനെ എവിടേക്ക് കൊണ്ടുവരിക? ശരിക്കും എവിടേക്ക് കൊണ്ടുവരിക? ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ അടുത്ത ആളെ ഒന്ന് ശ്രദ്ധിച്ചേ. മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. എന്റെ ചോദ്യം, മഹോദരമുള്ള മനുഷ്യൻ
ശബത്ത് നാളിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? മറ്റേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കട്ടെ, ജോലി ചെയ്യുന്നവരും ആരോഗ്യമുള്ളവരും പ്രാപ്തിയുള്ളവരും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ മഹോദരമുള്ള മനുഷ്യൻ എങ്ങനെയായിരിക്കും ശബത്ത് നാളിനെ കാണുന്നത്? അവനാണെങ്കിൽ പണിയില്ല, കൂലിയില്ല, വേലയില്ല, വീട്ടിലുള്ളവർക്ക് ഒരു ഭാരമായിട്ട് വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ മുൻപോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. ഞാൻ ചോദിക്കട്ടെ, താൻ എങ്ങനെയായിരിക്കും ഞായറാഴ്ചയെ കാണുന്നത്? എങ്ങനെ ആയിരിക്കും? എങ്ങനെയെങ്കിലും ആ ദിവസം ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആരാധനയ്ക്ക് വരുന്ന നമ്മുടെ ഹൃദയത്തിലുള്ള ആ താല്പര്യം വാസ്തവത്തിൽ ഞായറാഴ്ച ദിവസം ദൈവവചനം കേൾക്കാനായിട്ടുള്ള നമ്മുടെ കൊതി ഒക്കെ ഏതിനെ ബേസ് ചെയ്തായിരിക്കുന്നത്? നാം ഏതാണ് ആശ്രയമായിട്ട് വച്ചിരിക്കുന്നതിനെ ബേസ്? നമുക്കവിടെ കാണാൻ സാധിക്കും, ഈ മഹോദരമുള്ള മനുഷ്യൻ അവൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഈ ശബത്ത് നാളിൽ അവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നതിന്റെ പിന്നിൽ അവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അവൻ ഭാരപ്പെടുന്ന അവന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അവൻ ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിക്കോണം, ആരോഗ്യമുള്ള ആളുകൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ശബത്ത് നാളിനെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ടോ, ലംഘിക്കുന്നുണ്ടോ എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും, അവര് വേറൊരു ഭാഗത്ത് നമുക്കവിടെ കാണാൻ സാധിക്കും, ശബത്തില് ഈ പ്രമാണി പറയുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ ഇങ്ങനെയാ പറയുന്നേ, അതിന്റെ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന, യേശു ശബത്തിൽ സൗഖ്യമാക്കുന്നത് കൊണ്ട് പള്ളി പ്രമാണി നീരസപ്പെട്ടു, പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൗഖ്യമാക്കുന്നതും അവരെന്തായിട്ടാ കണക്കാക്കുന്നത്? ഒരു വേലയായിട്ടാ കണക്കാക്കുന്നത്. ഇന്ന് സൗഖ്യമാക്കുന്നത് ഒരു വേല തന്നെ അല്ലേ? ആണ്. എത്ര ദിവസം മരുന്ന് കൊടുക്കണം സൗഖ്യമാക്കണമെങ്കിൽ? മിനിമം അറ്റ്ലീസ്റ്റ് ഇന്നത്തെ കാലത്ത് ഒരു ലോഡ് മരുന്നുമായിട്ടാണ് എങ്ങോട്ട് വരുന്നത്, വീട്ടിലേക്ക്. ഈ കഴിഞ്ഞ ദിവസം എന്നോടൊരു പ്രിയപ്പെട്ടവൻ പറയാനിടയായി, എന്റെ ഷൈജു പനിക്ക് ചെന്നു 10 കൂട്ടം ഗുളികയാണ് ഡോക്ടർ എഴുതിയത്. അപ്പൊ ഒരു ലോഡ് മരുന്നുമായിട്ടാണ് അവരെങ്ങോട്ട് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു വേല തന്നെയാ. ഇവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, അതൊരു വേലയാ. തനിക്കും ഒരു വേല, ചെല്ലുന്നവനും ഒരു വേല. അപ്പൊ രണ്ടും നടക്കുക അവിടെ. കാരണം അവൻ ഈ 10 ഗുളികയും പോയാലേ അവനും ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഈ 10 ഗുളിക കഴിച്ചാലേ ഇവനും എന്ത് കിട്ടത്തുള്ളൂ, സംഗതി. അപ്പൊ നോക്കിയേ, അതൊരു വേലയാ. അതുകൊണ്ടാ പുള്ളി പറഞ്ഞേ 6 ദിവസത്തിനകം എന്തോ ചെയ്തോണം, ആ വേലയൊക്കെ തീർത്ത് 7-ാമത്തെ ദിവസം എന്തായിക്കോണം, സ്വസ്ഥമായിക്കോണം. വാസ്തവത്തിൽ വേലയാണോ അത് നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം? അതാണ് കർത്താവ് പറയുന്നേ, ഈ 7-ാമത്തെ ദിവസം മഹോദരമുള്ള മനുഷ്യൻ തന്റെ ക്രൂശ് എന്ന പ്രശ്നവുമായി തനിക്കുള്ളവർക്കോ തനിക്ക് ഡോക്ടർമാരായി കരുതുന്നവർക്കോ കഴിയാത്തതിനെ സാധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ പ്രതീക്ഷിക്കുന്ന, അവൻ ആഗ്രഹിക്കുന്ന കർത്താവ് അവിടെ പരീശന്റെ വീട്ടിൽ എന്തിനായിട്ട് വന്നിരിക്കുക? ഭക്ഷണത്തിനായിട്ട് വന്നിരിക്കുക. ആ മനുഷ്യൻ ഒരു കരുണയെ കൊതിച്ചുകൊണ്ടാണ് എവിടേക്ക് വരുന്നത്? ഈ ഭവനത്തിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരും. അങ്ങനെയുള്ളവനോട് കരുണ ചെയ്യുന്നത് വിഹിതമാണോ എന്ന് ആര് ചോദിച്ചേ? കർത്താവ് ചോദിച്ചു. അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കർത്താവ് അവരോട് പറയുന്നത്, നിന്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ അതിനെ എന്ത് ചെയ്യുന്നില്ലയോ, വലിച്ചെടുക്കുന്നില്ലയോ? എന്തിനാ ക്ഷണത്തിൽ വലിച്ചെടുക്കുന്നേ? അത് ജീവൻ പോകും. വാസ്തവത്തിൽ ഈ വന്നിരിക്കുന്ന മനുഷ്യന്റെ ജീവൻ ദൈവസന്നിധിയിൽ എത്രമാത്രം ദൈവം കൊതിക്കുന്നതാണെന്നും താൻ ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത് അതിനൊരു സമ്പൂർണ്ണ പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി. നമ്മൾ പലപ്പോഴും നമുക്കുള്ളതിൻ്റെയൊക്കെ പുറകെ ഓടുമ്പോൾ ദൈവസന്നിധിക്ക് ഒരു മീച്ചവും നമുക്ക് പലപ്പോഴും ഇല്ല. എന്നാൽ എവിടെയാണ് നമ്മൾ കൂടുതലും വില കൊടുക്കേണ്ടത്? ദൈവത്തിൻ്റെ സന്നിധി. എന്താ നമ്മൾ സഭായോഗങ്ങളെ എല്ലാം ഉപേക്ഷയായി വിചാരിക്കുന്നതിൻ്റെ കാരണമെന്നറിയോ? അതിലേറെ വിലപിടിപ്പുള്ളതായിട്ട് നമുക്ക് പലതും
ഉള്ളതുകൊണ്ടാണ്. അതിന്റെ തെളിവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് തന്നെ കർത്താവ് 15 മുതലുള്ള ഭാഗം നമ്മളവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തൻ, 14-15 മുതൽ നമ്മൾ വായിക്കുന്ന കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് എന്താ പറഞ്ഞേ? ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്നവനോട് പറഞ്ഞു. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി. എന്നിട്ടോ താഴേക്ക് നമ്മൾ വായിക്കുന്നത്, ഒന്നാമത്തെ അടുക്കൽ ചെന്നപ്പോൾ അവൻ എന്താ എക്സ്ക്യൂസ് പറഞ്ഞേ? ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടത് ആവശ്യം, എന്നോട് ക്ഷമിക്കണം. അവൻ എന്തുണ്ട്? ദൈവരാജ്യമാകുന്ന കർത്താവാകുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് ദൈവസന്നിധിയിൽ വരാൻ അവൻ എന്തില്ല? സമയമില്ല. അവൻ എന്തുണ്ട്? നിലമുണ്ട്. അപ്പൊ അവന്റെ നിലമാണ് അവന്റെ പ്രശ്നം. ഇനി അടുത്തതോ, ഒരാൾ 5 കാളയെ വാങ്ങിച്ച വിഷയം പറയുന്നുണ്ട്. പിന്നെ അടുത്തത് അങ്ങനെ ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞേ, ഇവിടെ എല്ലാം ഒരുത്തൻ വിവാഹം കഴിച്ച വിഷയം അവിടെ പറയുന്നു. ഇവിടെ എല്ലാ പ്രശ്നങ്ങൾ എന്താ? അവരവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ പ്രശ്നത്തിന് പരിഹാരം അവരിൽ തന്നെ ഉണ്ട്. അവർ സന്തോഷിക്കുന്നത് അങ്ങനെയുള്ള വിഷയങ്ങളിലാണ്. എന്നാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് അവൻ എന്തിനെയാണ് കണ്ടത്? കർത്താവിനെയാണ് അവൻ കണ്ടത്. ഞാൻ പറയട്ടെ, നമ്മുടെ ക്രൂശ് എടുത്ത് നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട്, എല്ലാ പ്രശ്നത്തിനും ഇവിടെ നമ്മൾ ഓർക്കണം, ഇവിടെ കർത്താവ് ഈ ഭാഗമൊക്കെ സംസാരിക്കുമ്പോൾ മാനസാന്തരവും കൂടെ ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞ്, വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങളെ ആരാണ് ഉപദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതായത് വരുവാനുള്ള വലിയൊരു കോപം, അതാണ് ന്യായപ്രമാണവും പ്രവാചകന്മാരും എവിടം വരെയാന്നാ പറഞ്ഞത്? യോഹന്നാൻ വരിക. എന്നാൽ അവിടം കൊണ്ട് എന്ത് ചെയ്യുക? ആ കാലം അവസാനിക്കാൻ പോവുക. ആ കാലത്തിന്റെ അവസാനത്തിൽ ഒരു വലിയ കോപം വരുവാനായിട്ട് പോകുക. ആ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവരാജ്യമായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രവേശിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ദൈവാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ടവരായിട്ട് അവരെങ്ങോട്ട് വരണം? യേശു ക്രിസ്തുവിലേക്ക് വരണം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് യോഹന്നാൻ മാനസാന്തരം അവിടെ വിളിച്ച് പറയുന്നത്. അപ്പൊ കർത്താവും അതേ കാര്യം തന്നെ മാനസാന്തരപ്പെട്ട്, എന്താ മനസ്സിലുണ്ടാകേണ്ട മാറ്റം എന്താ? എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് ദൈവം അയച്ച പുരുഷനായിരിക്കുന്ന ക്രിസ്തുവിൽ പരിഹാരം ഉണ്ട് എന്ന് കണക്കാക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി, അവൻ ആശ്രയിക്കുന്നത് എപ്പോഴും ഏതിലായിരിക്കും? പറഞ്ഞേ, ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തങ്ങളിലായിരിക്കും. അപ്പൊ വാഗ്ദത്തങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു സകലത്തിനും മതിയായതാ. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുടെയൊക്കെ പുറകെ ഓടുന്നതിന്റെ കാരണം എന്താ? കർത്താവായ യേശു ക്രിസ്തു എല്ലാം പരിഹരിച്ചു തരുവാൻ മതിയായവനാണെന്ന് നമുക്ക് ഇപ്പോഴും ബോധ്യമില്ലാത്തത്. എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രശ്നം സ്വയമായിട്ട് തീർക്കാൻ ആഗ്രഹിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരുവാനായിട്ട് മതിയായവനല്ല എന്ന് നാം തിരിച്ചറിയുന്നത് കൊണ്ടാണ് നമ്മൾ ലൗകികമായ അനേക കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? നമുക്കുള്ള ധനം, നമുക്കുള്ളതായിരിക്കുന്ന ജോലി, ഇതെല്ലാം വലിയതായിട്ട് കാണുക. പലപ്പോഴും നമുക്ക് ഞായറാഴ്ച ഡ്യൂട്ടി വരുമ്പോൾ എനിക്കത് പറ്റില്ല, എനിക്ക് മറ്റൊരു ദിവസമേ എനിക്ക് ഡ്യൂട്ടി അതിന് കോമ്പൻസേറ്റ് ചെയ്ത് ചെയ്യാമെന്നൊക്കെ പറയാനുള്ള ഒരു ധൈര്യം പോലും കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ ജോലി പോയാൽ എൻ്റെ കാര്യം പോക്കാണെന്ന് നാം പലപ്പോഴും വിചാരിക്കുക. എന്നാൽ വാസ്തവത്തിൽ അതാണോ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ അവസ്ഥ? അല്ല. അവനവന്റെ ക്രൂശും പ്രശ്നങ്ങളുമെല്ലാം അവൻ ആരിലാണ് വെക്കുന്നത്? ദൈവത്തിലാണ് വെക്കുന്നത്. അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകൻ വാസ്തവത്തിൽ കർത്താവാണെന്ന് അവൻ തിരിച്ചറിയുന്നത് കൊണ്ട് അവൻ ഒരു മുട്ടുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വാസ്തവത്തിൽ ഈ വാക്യമൊക്കെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് പറഞ്ഞേ, ഞാൻ അങ്ങനെ അത് മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരകൻ കർത്താവാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അങ്ങനെ ഒരു ഭാരത്തിന്റെ ആവശ്യം ഇനി ഉണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിപ്പിൻ, അവന് മാത്രമേ എൻ്റെ ശിഷ്യനാകാൻ പറ്റത്തുള്ളൂ, എൻ്റെ കൂടെ വരാനായിട്ട് പറ്റത്തുള്ളൂ.
നമുക്കറിയാം കർത്താവ് ആദ്യ നാളുകളിലൊക്കെ ശബത്ത് നാളിൽ കർത്താവ് ശുശ്രൂഷ ചെയ്ത് പോന്നെങ്കിലും പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് കർത്താവ് പതിയെ അത് കടൽക്കരയിലേക്ക് മാറ്റുകയാണ്. ആ ശുശ്രൂഷ എവിടേക്ക് മാറ്റുകയാ? ഗലീല കടലിന്റെ ഒക്കെ അരികിലേക്ക് മാറ്റുകയാ. അതെന്തിനാ? പതിയെ പതിയെ ചർച്ചിൽ മാത്രം പോകാനേ ഇവർക്ക് താല്പര്യമുള്ളോ, അതോ എന്റെ വചനം കേൾക്കാനായിട്ട് ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വരാൻ ഇവർ തയ്യാറാകുന്നുണ്ടോ എന്ന് കർത്താവ് നോക്കുകയാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴത്തേക്കും കുറെ ആൾക്കാര് വണ്ടിയൊക്കെ വിളിച്ച് അവര് വളരെ കഷ്ടപ്പെട്ട് അവിടേക്ക് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതിലൂടെ കർത്താവ് മനസ്സിലാക്കി കുറെ പേര് ദൈവവചനം മാത്രം ആശ്വാസമായി കണ്ടുകൊണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് മാറിയിരുന്ന് ദൈവത്തിൽ ചിലത് കേൾക്കണമെന്ന് ആഗ്രഹിച്ച് തന്നോടുകൂടെ വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അത് കഴിഞ്ഞപ്പോൾ മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നത് അവൻ നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോയി. അത് ഏകദേശം ജാതിയുടെ ഗലീലയാണെന്ന് അവിടെ വായിക്കുന്നുണ്ട് നാം. അവിടെ നമ്മൾ വായിക്കുന്നത് 3 നാളായിട്ട് ഈ ജനം എന്നോടുകൂടെ ഇരിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ 12:30 കഴിയുമ്പോഴത്തേക്കും നമുക്ക് വിഷമമല്ലേ? നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്നത് ഈ ജനം 3 നാളായി എന്നോടുകൂടെ ഇരിക്കുന്നു, എനിക്ക് ഇവരോട് എന്തോ തോന്നുന്നു, മനസ്സലിവ് തോന്നുക. ഞാൻ ചോദിക്കട്ടെ, അവരങ്ങനെയാണെങ്കിൽ ഈ ദൈവവചനത്തിന് കൊടുത്ത മൂല്യത എന്തോ ഒഴിവാണ്. എത്ര നേരം നമുക്ക് ദൈവവചനത്തിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? ഞാൻ പറയുന്ന മഹോദരമുള്ളതായിരിക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന്റെ ആശ എന്ന് പറയുന്നത് എന്ത് കേൾക്കുക എന്നുള്ളതാണ്. അവനെ ആരെ അന്വേഷിച്ച അവൻ അവിടേക്ക് വന്നത്? വാസ്തവത്തിൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വരുന്നത് ആരെ അന്വേഷിച്ച? അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് ദിവസത്തിനായിട്ട് കൊതിയോടെ കാത്തിരിക്കും. ഓരോ പ്രാർത്ഥനാ യോഗവും എനിക്ക് വലിയതായിരിക്കും. എന്താ കാരണം? എനിക്ക് അവിടെ നിന്നാണ് ആശ്വാസം കിട്ടുന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ ദൈവവചനം വായിക്കും. കാരണം ആശ്വാസവും സമാധാനവും പ്രത്യാശയും എല്ലാം എനിക്ക് പുതുക്കി ഒരു ദിവസം നയിക്കണമെങ്കിൽ എനിക്ക് ആവശ്യമായത് നൽകപ്പെടുന്നത് ഏതിൽ നിന്നാണെന്ന് ഞാൻ തിരിച്ചറിയുക, ദൈവവചനത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുക. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചടങ്ങ് പ്രാർത്ഥനകളാണോ നടത്തുന്നത്? നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം വാസ്തവത്തിൽ ഇതാണ് നമ്മളവിടെ വായിക്കുന്നത്. കർത്താവ് നാം കഴിഞ്ഞ ദിവസം ഓർത്തത്, അത് വിശ്വസിക്കുന്നവൾ തൊട്ടതോടുകൂടെ അവളിലേക്ക് എന്ത് പുറപ്പെട്ടു എന്നാ നമ്മൾ വായിക്കുന്നത്? ശക്തി പുറപ്പെട്ടു എന്നാ. അപ്പൊ വാസ്തവത്തിൽ മനുഷ്യനായിട്ട് തോന്നുന്ന ആ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവരാജ്യം മുഴുവൻ ഒതുങ്ങി നിൽക്കുകയാണ്. അവനെ വിശ്വാസത്താൽ ഒരു മനുഷ്യൻ തൊടാൻ തീരുമാനിച്ചാൽ അവനിലേക്ക് അത് എന്ത് ചെയ്യായിരുന്നു? ഒഴുകിയിറങ്ങുകയായി. ഞാൻ ചോദിക്കട്ടെ, നമുക്കിന്ന് അതിനെ വിലയായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം എത്രമാത്രം മൂല്യതയുള്ളതാണെന്ന് നാം മനസ്സിലാക്കി. നമ്മൾ തിരുവെഴുത്തി വായിക്കുന്നുണ്ടല്ലോ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അങ്ങനെ അന്വേഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് ആര് തരും? നമ്മുടെ കർത്താവ് തരും. ആവശ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ജീവിക്കുന്നവര് ദൈവത്തിന്റെ തിരുവെഴുത്ത് എന്താണ് ആവശ്യമെന്ന് ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ അവർ തിരിച്ചറിയും. അതുകൊണ്ട് അവർ ചോദിക്കുന്നതും എത്രയേ ഉണ്ടാവുള്ളൂ? പറഞ്ഞേ, കാറും ലോറിയും ബസ്സും വലിയ വലിയ ഫ്ലാറ്റൊന്നുമല്ല അവർ ചോദിക്കുക. അവർ ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉണ്ടാവുള്ളൂ, അന്നന്നിടത്തേക്കുള്ള ആഹാരം തന്ന് ഞങ്ങളെ പുലർത്തണം. അപ്പൊ ദൈവവചനം യഥാർത്ഥമായി മനസ്സിലാക്കുന്ന, നോക്കിയേ, നമുക്കറിയാം ഇസ്രായേലിൽ നിന്ന് തന്റെ ജനമായ ഇസ്രായേലിനെ ദൈവം മരുഭൂമിയിലൂടെ നടത്തുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവര് പിന്നീട് തീർത്തത് ആരില്ല? അവരുടെ ചെരുപ്പ് തേഴുന്ന വിഷയം അവര് തീർത്തത് കർത്താവില. അവരുടെ വസ്ത്രം പഴകുന്ന വിഷയം അവര് തീർത്തത് കർത്താവില. അവരുടെ 100,000, അവരുടെ ഇറച്ചി, അവരുടെ അപ്പം, അവരുടെ എല്ലാ വിഷയങ്ങളും അവര് തീർത്തത് ആരില്ല? എന്റെ ചോദ്യം, നാളത്തേക്ക് പോലും ഉള്ള കാര്യങ്ങളിൽ എടുത്തു വെക്കാൻ പോലും പറ്റത്തില്ല. എടുത്തു വെച്ചാൽ നേരം വെളുക്കുമ്പോൾ എല്ലാവരും അറിയും. എന്താ കാരണം? ഇന്നത്തെ പോലെ ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് നാറ്റം വരും വീടുകളിൽ നിന്ന്. അതുകൊണ്ട് അവർക്ക് എടുത്തു വെക്കാൻ പോലും പറ്റത്തില്ല. ദിനംതോറും പുതുകുന്ന ദൈവവചനമായിട്ടാണ് അവരാ മന്നയെ കണ്ടത്.
നാൾതോറും ഞങ്ങൾക്ക് ആവശ്യമായ മന്ന നേരം വെളുക്കുമ്പോൾ ദൈവം നൽകുമെന്നുള്ള ഉറപ്പോടെ അവരാശ്രയമായിരിക്കുന്ന അവരുടെ ദൈവത്തിങ്കിലേക്ക് അവരുടെ ക്രൂശുമായിട്ട് വരികയാണ്. അതുകൊണ്ട് അവർക്ക് എന്തല്ല, മൂന്നല്ല, എത്ര നാൾ ഈ വചന പഠനം തുടർന്നാലും അവിടെ ഇരിക്കുവാനായിട്ട് അവർക്ക് എന്തില്ല, തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. എന്താ നമുക്കിന്ന് തടസ്സമായിട്ടിരിക്കുന്നത്? ഞാൻ 5 കാളയെ വാങ്ങിയിട്ടുണ്ട്, അല്ലേ? ഞാൻ എന്തു മേടിച്ചിട്ടുണ്ട്? ഞാനിപ്പോൾ കല്യാണം കഴിച്ചതേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്തുണ്ട്? ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള പല എക്സ്ക്യൂസസുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരാത്തെ. ഞാൻ പറയുന്ന ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ആരെയും കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എവിടെ വരുന്നേ, ദൈവസന്നിധി. നമ്മൾ ആരെ കേൾക്കാനാണ് വരുന്നത്? ദൈവത്തിൻ്റെ വചനം. അവിടെയാണ് എനിക്ക് വേണ്ടതെല്ലാം ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും ആശ്രയമായി കണക്കാക്കുന്നത് കർത്താവിനെയാണ്. അതുപോലെ തന്നെ നമ്മളതിൻ്റെ 7 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത്, പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കും. പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവൻ ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും. നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്തിരിക്കാം. നിന്നെ ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കുക എന്ന് പറവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താ കർത്താവ് ഈ ഒരു വിഷയം? ഇതെല്ലാം ഈ സ്ഥലത്താട്ടോ, അതായത് പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്തിനായിരിക്കും കർത്താവ് അത് പറഞ്ഞ്? ഇപ്പൊ കർത്താവിലേക്ക് ചെന്നിരിക്കുന്ന ഈ മഹോദരമുള്ള മനുഷ്യന് കർത്താവിന്റെ ഹൃദയത്തിൽ എത്ര സ്ഥാനം ഉണ്ടെന്ന് എവിടെ വെളിപ്പെട്ടു? ആ പരീശന്മാരുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന എല്ലാവരെക്കാട്ടിലും സ്ഥാനം ഈ മനുഷ്യന് ആരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു? കർത്താവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ അവർ ഉറ്റുനോക്കുന്നുണ്ട്. എന്തിനാ ഉറ്റുനോക്കിയതെന്നൊന്ന് ചിന്തിച്ചേ. ഇനി മറ്റൊരു വിധത്തിൽ നമ്മൾ ചിന്തിക്കാം. ശബത്ത് സൗഖ്യമാക്കുന്നവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് എത്രമാത്രം സ്ഥാനം അവന്റെ ഹൃദയത്തിൽ. ഈ ക്ഷണിച്ചവന്റെ വീട്ടിൽ എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ സ്ഥാനം പോലും അറിയാതെ കയറി അങ്ങ് ഇരിക്കും. നമ്മൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? അതെങ്ങനെ അറിയുന്നേ? നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ ഈ ക്രൂശിന്, ഈ പ്രശ്നത്തിന് ദൈവസന്നിധിയിൽ എത്രമാത്രം സ്ഥാനമുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അത് അവൻ പരിഹരിച്ച് നൽകുന്നത്. ചില ക്രൂശ്, ചില പ്രശ്നങ്ങൾ കുറേ വൈകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനോട് ബന്ധപ്പെട്ട് ദൈവത്തിന് വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളൊരു പദ്ധതി ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെ കാലം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യേണ്ടി വരും? കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ കർത്താവ് അവിടെ തന്നെ എമർജൻസി സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. നിന്റെ മകനോ കാളയോ കിണറ്റിൽ വീണാൽ ഞാൻ ആ വിഷയത്തിന്റെ മേലിൽ ഒരു കാത്തിരിപ്പില്ല, അവിടെ ക്ഷണത്തിൽ എന്ത് ചെയ്യുക? രക്ഷിക്കുക. അപ്പൊ നിനക്ക് അത്യാവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാതെ വരുമ്പോ നമ്മൾ ഉടനെ ആരുടെ ഇഷ്ടത്തിന് ഒത്തവണ്ണം അങ്ങ് ഇറങ്ങുക. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ആരുടെ പുറകെ ഇറങ്ങും? നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക് ഒത്തവണ്ണം, ലോകപ്രകാരം കിട്ടുന്ന ഒരു വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണം നമ്മൾ മുൻപോട്ടങ്ങ് പോകുക. അതുകൊണ്ട് ഉണ്ടാകുന്ന വിപത്ത് എന്തൊക്കെയാ? എത്ര വലിയ വിപത്താ! നമുക്ക് നമ്മുടെ കാര്യം നോക്കിയിട്ട് വേറൊരാളുടെ കാര്യം പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇന്ന് മാറുകയല്ലേ. നോക്കിയേ, നല്ലൊരു അത്താഴം ഒരുക്കിയിട്ട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാ ഇവരെ ക്ഷണിച്ചേ. ആ ക്ഷണത്തിലേക്ക് വന്ന് കയറാനോ അതിൻ്റെ സന്തോഷം അനുഭവിക്കാനോ അവർക്ക് സാധിച്ചോ? ഇല്ല. വാസ്തവത്തിൽ ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ മൂല്യമില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? കാത്തിരുന്ന് നാം പലതും പ്രാപിക്കാത്തത് കൊണ്ടാണ്. നാം കാത്തിരുന്ന് ദൈവം മാത്രമാണ് എൻ്റെ പ്രശ്നത്തിന് പരിഹാരകൻ, ഞാൻ മറ്റൊന്നിലേക്ക് എൻ്റെ ആശ്രയം കൊണ്ടുപോകുകയില്ല
എന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി. ഞാൻ ആരെ മാത്രം കാത്തിരിക്കും? യോബിനെ നമ്മൾ അങ്ങനെയാ കാണുന്നല്ലേ. ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവന്റെ പ്രശ്നത്തിന് മുഴു പരിഹാരകൻ ദൈവമാണെന്ന് മനസ്സിലാക്കി കാത്തിരിക്കുക. നമ്മുടെ ക്ഷണിക്കപ്പെട്ടവന്റെ ഹൃദയത്തിൽ, എന്നെ ക്ഷണിച്ചവന്റെ ഹൃദയത്തിൽ എനിക്ക് എന്തോ ഒരു സ്ഥാനമുണ്ടെന്ന് നമ്മൾ എങ്ങനെയാ അറിയണ്ടേ? ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന ക്രൂശ്, ഞാൻ ഇപ്പോൾ അവന്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഈ പ്രശ്നം, അവന്റെ ഹൃദയത്തിൽ എന്തോ ഒരു സ്ഥാനമുണ്ട്. അതിന് കാത്തിരിപ്പ് വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം? ദൈവം ആ വിഷയത്തിന്റെ മേൽ ഒരു സമയം വെച്ചിരിക്കുക. ആ സമയം കഴിയും. നമുക്കറിയാം ജോസഫിന്റെ സ്വപ്നം എപ്പോഴാ പ്രായോഗികമാകുന്നത്? എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ സ്വപ്നം എന്നാ കാണിച്ചു കൊടുക്കുന്നേ? ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ എല്ലാത്തിനും ജോസഫിനെ പോലെയുള്ളൊരു മനസ്സ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കും. നോക്കിയേ, തൻ്റെ തൊട്ടടുത്ത് കിടന്ന സ്വപ്നം പോലും വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് ആ വീഞ്ഞിന്റെ ആള് എന്താ ചെയ്ത്? വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന പാനപാത്രവാഹൻ എന്താ ചെയ്ത്? മറന്നുപോയി. എൻ്റെ ചോദ്യം, അങ്ങനെ വരുമ്പോഴാണേലും എന്ത് ചെയ്യണം? അയ്യോ, അവൻ്റെ സ്വപ്നം വരെ വ്യാഖ്യാനിച്ചു. അതിനനുസരിച്ച് അവന് രാജസന്നിധിയിൽ വലിയൊരു സ്ഥാനം വരെ അത് മുഖാന്തരം ലഭ്യമായി. അവൻ എന്നെ ഓർത്തില്ലല്ലോ. വാസ്തവത്തിൽ മനുഷ്യനാണ് എൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതെന്ന് വിചാരിക്കുമ്പോഴല്ലേ എനിക്ക് അവനോട് എന്ത് തോന്നുന്നേ? ദേഷ്യവും കയ്പും. അവനെ എൻ്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താ? നമുക്കുള്ളവരൊക്കെ ചില സാധ്യതകളിൽ നമ്മുടെ അടുക്കലേക്ക് വരാതിരിക്കുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെയല്ലേ പറയുന്നത്? അവനെയൊക്കെ ഞാൻ എന്തോരം സഹായിച്ചിട്ടുണ്ട്, അവന്റെ പ്രശ്നത്തിൽ ഞാൻ എന്തോരം അവന്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പൊ അവനെല്ലാം ആയി കഴിഞ്ഞപ്പം ഇപ്പൊ എന്നെ വേണ്ട. ഇങ്ങനെയൊക്കെ എന്തോരം വട്ടം നമ്മൾ പരാതിയായിട്ട് പറഞ്ഞു. എന്നാൽ കർത്താവിനെ മാത്രം നോക്കി പാർക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കുന്നത് ദൈവമായിരിക്കെ അവൻ ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങേണ്ട ആവശ്യം വരുമോ? അവന് പിന്നെ കിട്ടിയത് കൊടുക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ നിർബന്ധമുണ്ടാകും. ഞാൻ പറയട്ടെ, ദൈവത്തെ അങ്ങനെ കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? അങ്ങനെ കാത്തിരുന്നാൽ വാസ്തവത്തിൽ നമ്മളൊരു ഉപ്പാകും എന്ന് താഴെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരും. ഞാൻ പറയട്ടെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്ന ഒരു സാധനമാണ് ഉപ്പ്, അല്ലേ? ആണോ? ഉപ്പ് പ്രശ്നപരിഹാരമാണോ? ആണോ? കറി ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് നാക്കയിലൊക്കെ വെച്ച് നക്കി നോക്കിയേച്ച് പറയും, ഓ ശരിയായില്ല, അപ്പോൾ ഒരു പ്രശ്നമാണ്, ശരിയായില്ല. ഇതെങ്ങനെ മറ്റുള്ളവർക്ക് വിളമ്പും? ശരിയായില്ല. അപ്പം നമ്മൾ എന്തോ ഇരിക്കുന്നത്? പ്രശ്നപരിഹാരത്തിന് വേണ്ടി പിന്നെ എന്നാ എടുക്കുന്നത്? കുറച്ച് ഉപ്പെടുത്ത് അതിനകത്തോട്ട് ഇട്ടേച്ച് നക്കി നോക്കി, കുഴപ്പമില്ലല്ലോ, നല്ല ടേസ്റ്റ് ആയല്ലോ. അപ്പൊ പ്രശ്നം പരിഹരിക്കുന്നത് വാസ്തവത്തിൽ എന്തുവാ? ഉപ്പാണോ? ഞാൻ പറയുന്നത്, നമ്മുടെ പ്രശ്നം ദൈവം പരിഹരിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാനും ആരെ വിളിച്ചു തുടങ്ങും? പറഞ്ഞേ, ഈ വ്യക്തിത്വത്തെ വിളിച്ചു തുടങ്ങും. ഞാൻ പറഞ്ഞതിൻ്റെ അന്തസത്ത നിങ്ങൾക്ക് പിടികിട്ടിക്കാം. നമ്മള് ലോകത്തിന്റെ ഉപ്പായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നമ്മുടെ കൂടെയാണ് ദൈവരാജ്യമുള്ളത്, നമ്മളിലാണ് ക്രിസ്തു വസിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം അവൻ പരിഹാരകനായി മാറുമ്പോൾ സംഘർഷമായിരിക്കുന്ന അവസ്ഥകളെ നമ്മൾ ധൈര്യത്തോടെ തരണം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ആളുകൾ നമ്മളോട് ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നത്? അപ്പം സ്വാഭാവികമായിട്ടും അയൽവാസി ആരിലേക്ക് തിരിയാനായിട്ട് തുടങ്ങും? ഈ വ്യക്തിയിലേക്ക് തിരിയാനായിട്ട് തുടങ്ങും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നമ്മുടെ സംഘർഷാവസ്ഥ മുഴുവൻ പരിഹരിക്കുന്നത് ലോകവ്യവസ്ഥയിലൂടെ ആകുമ്പോൾ നമ്മളിലേക്ക് തിരിയാനോ നമ്മളെ ഉപ്പായി കാണാനോ സമൂഹവാസികൾക്ക് ആർക്കും സാധിക്കുന്നില്ല. എന്താ സുവിശേഷം പോയി ഓരോ വീടുകളിലും പറഞ്ഞിട്ട് ഏറ്റെടുക്കാത്തതെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ആരെയാ കുറ്റം പറയുക? ഇവർ കുറേ നാളായല്ലോ എന്തോ കൊടുക്കാൻ തുടങ്ങിയിട്ട്, ട്രാക്റ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരെണ്ണത്തെ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടോ? ഒറ്റ കാരണമേ ഉള്ളൂ, ഒരെണ്ണം വരത്തില്ല. ഇതിന് എന്തെല്ലാം ചെയ്താലും വരത്തില്ല. എന്താ കാരണമെന്നറിയോ? ജീവിതമില്ലാത്ത ക്രിസ്ത്യാനിയെ കണ്ടിട്ട് ആരാ വരിക?
ക്രിസ്ത്യാനികളെ ഇന്ന് പുറത്തിട്ട് ഇതുപോലെ ചവിട്ടാനാ എല്ലാവർക്കും താല്പര്യം. എന്താ കാരണം? നോക്കിയേ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്താ അതിൻ്റെ കാരം? വാസ്തവത്തിൽ എന്താണ് ഉപ്പ് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഉപ്പിനൊരു കാരമുണ്ട്. ആ കാരം ആരാണ്? വാസ്തവത്തിൽ നമ്മുടെ കർത്താവ്. അങ്ങനെ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് മതിയായവനാണെന്ന് ഞാൻ മനസ്സിലാക്കി അവനിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പൗലോസിനെ പോലെ നമുക്കറിയാം 14 രാത്രികൾ, പപ്പയൊക്കെ സാധാരണ അത് പറയുന്നതാണ്, ആ പ്രശ്നം അല്ലേ? ആദ്യം മാലൂമി പൗലോസിന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുത്തില്ല. നമുക്ക് അത് അറിയാമല്ലോ. ആ കപ്പൽ ഛേദത്തിൽ ആദ്യ സമയത്ത് പൗലോസിന്റെ വാക്കുകൾക്ക് ഒരു മൂല്യതയും ആ മാലൂമി കൊടുക്കുന്നില്ല. എന്നാൽ വാസ്തവത്തിൽ പ്രശ്നപരിഹാരകൻ എന്ന ഉപ്പ് ആരാണെന്ന് പിന്നീട് തിരിച്ചറിയുക പൗലോസ് ആണെന്ന് ആ പ്രശ്നത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ദ്വീപിലുള്ള ആളുകള് മുഴുവൻ പൗലോസിനാൽ സൗഖ്യം പ്രാപിക്കുക. വാസ്തവത്തിൽ പൗലോസ് ആരായിരുന്നു? പൗലോസിന്റെ അകത്ത് ആരായിരുന്നു? കഴിഞ്ഞ രാത്രിയിൽ എന്നോട് അരുളി ചെയ്തവൻ എന്നോട് പറഞ്ഞു, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടിയവനാ. അതുകൊണ്ട് തന്നെ അണലി കടിക്കുമ്പോ പോലും കൈ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ അകത്ത് ദൈവരാജ്യം വസിക്കുന്നുണ്ടെന്ന് ആ മനുഷ്യൻ ആ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. ആണോ അല്ലയോ? അല്ലേ? അവസാനം നമ്മളവിടെ കാണുന്നത് പൗലോസ് എന്ന മനുഷ്യന് വേണ്ടി ആ കപ്പലും നശിച്ചു, കപ്പലിനകത്ത് മുഴുവൻ സാധനവും പോയി. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് പിന്നീട് ഇവരെങ്ങനെ ആവുക? ഒന്ന് ആലോചിച്ചേ. ആ സ്ഥലത്തുള്ള ആളുകൾ വേണ്ടതെല്ലാം കയറ്റിക്കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞയക്കുക. വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, അവരുടെ അത്രയും നാളത്തെ പ്രശ്നത്തിന്റെ മുഴുവൻ പരിഹാരം ഇവിടെ ഇപ്പൊ ആരായി? പൗലോസായി. പൗലോസിന്റെ ഉള്ളിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ക്രിസ്തുവാണ് ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഉപ്പിന്റെ കാരമെന്ന് പറയുന്നത് ആരാ? കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ആ കാരത്തെ ശരിക്കൊന്ന് തിരിച്ചറിയുവാനായിട്ട് ഈ നാളുകളിൽ ഈ വചന കേൾവിയൊക്കെ ഒന്ന് മുഖാന്തരമായി തീരട്ടെ. എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഈ ലോകത്തിൻ്റെ ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് എന്നെ ഒരു ഉപ്പാക്കി മാറ്റാൻ ആർക്ക് സാധിക്കാതെ പോകുന്നത്? ദൈവത്തിന് സാധിക്കാതെ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ സംബന്ധിച്ച് അവർ ചോദ്യം ചെയ്യും. എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കാൻ കഴിയുന്നത്? ഇത്രയും വലിയൊരു ഇഷ്യൂവിന്റെ മധ്യേ നിങ്ങൾ എന്താ ഇങ്ങനെ സന്തോഷിക്കുന്നേ? എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ നയിക്കുന്നേ? എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു എന്ന ചോദ്യം സമൂഹം ആരോട് ചോദിക്കും? നമ്മളോട് ചോദിക്കും. ആ സമയത്ത് നമുക്ക് ഒരു ഉപ്പായി തീരാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രത്യാശയെ അവരോട് പറയാൻ പറ്റും. എന്നാൽ ഇന്നെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രശ്നമൊക്കെ നമ്മൾ തന്നെ സോൾവ് ചെയ്യും. എന്തേലും പറ്റുമ്പത്തേനും മറ്റേ സഹോദരൻ ചോദിക്കുന്നത്, എന്തിനാ ബ്രദറെ അതിന് ബുദ്ധിമുട്ടുന്നേ? ഇങ്ങനെയാ ചോദിക്കുന്നത്. എന്തിനാ ബ്രദറെ അതിന് ബുദ്ധിമുട്ടുന്നേ? അതൊരു പറഞ്ഞാൽ മതിയല്ലോ. പറഞ്ഞാൽ ഉടനെ എവിടെ എത്തിച്ചേരും? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ബുദ്ധിമുട്ടിന് കർത്താവിലേക്ക് തിരിയാനായിട്ട് സാധിച്ചാലോ? എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടെന്നേ. മരുഭൂമിയിൽ വെള്ളമില്ലാതെ വരണ്ട ദേശത്തേക്ക് ഒരു നേരത്തെ ആഹാരം മാത്രമായിട്ട് പോയ ഹാഗറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞിനെ മാറ്റിക്കിടത്തിയിട്ട് അവൾ നിലവിളിച്ച് കരയുക. കാരണം മരുഭൂമിയിൽ എന്ത് കിട്ടാനില്ല? വെള്ളം കിട്ടാനില്ല. നമ്മളിതൊക്കെ വായിക്കുന്ന ഒരു പഴങ്കഥ പോലെ ഇതിനെ തള്ളിക്കളയുകയാണോ? നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തിക്കുക. അവിടെ മാറി എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ മരണം കാണാനായിട്ട് ഈ അമ്മയ്ക്ക് വയ്യ. അവൾ പ്രയാസപ്പെടുക. കുഞ്ഞ് ക്ഷീണിച്ചു. അടുത്ത നേരത്തെ ആഹാരം ആര് തന്നുവിട്ടിട്ടില്ല? അബ്രഹാമിന് ഇല്ലാഞ്ഞിട്ടാണോ? അബ്രഹാം കൊടുത്തു വിട്ടിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അടുത്ത നേരം തൊട്ട് ആരുടെ വാഗ്ദത്തത്തിന് കീഴിൽ ഈ കുടുംബം ആശ്രയിക്കണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചു. ദൈവ വാഗ്ദത്തത്തിൽ ഈ കുടുംബം ആശ്രയിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ആ മനുഷ്യന് ഒരു നേരത്തേക്കുള്ളത് മാത്രം കൊടുത്താരെ അയക്കുന്നത്. ഈ പ്രിയപ്പെട്ടവരെ, നമുക്കവിടെ അറിയാം, ബാലന്റെ കരച്ചിൽ ആര് കേട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ക്ഷണത്തിൽ രക്ഷിക്കുകയില്ലയോ? നിന്റെ മകൻ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കയില്ലയോ എന്ന് ചോദിക്കുന്നത് പോലെ ദൈവം ആ കുഞ്ഞിന് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. ആ മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി എന്ത് തുറന്നു? അവന് വേണ്ടി എന്ത് തുറന്നു? ഉറവ് തുറക്കുവാനായിട്ടിടയായി. വാസ്തവത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരകൻ ഈ വചനത്തിനകത്തുണ്ടെന്നും ഈ വചനം എനിക്കൊരു മന്ന പോലെ ദിനംതോറും പുതുകി വരുന്ന പുതിയ മന്നയാണെന്ന് തിരിച്ചറിഞ്ഞു ഈ വചനത്തിന് മുമ്പാകെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, മുടിയമ്പുത്രന്റെ അവസ്ഥയാവും. നമുക്ക് ഉണ്ടായിരുന്നതെല്ലാം ആശ്രയമായി കരുതിക്കൊണ്ട് അവൻ യാത്രയൊക്കെ ചെയ്തു. അവസാനം എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവൻ്റെ മുതലെല്ലാം അവൻ ആശ്രയമായി കണ്ടതെല്ലാം എന്ത് ചെയ്തു?
പല വഴിയിൽ ബിസിനസ്സിലൂടെയും പല വഴിയിലൂടെയായിട്ട് അതെന്ത് ചെയ്തു? നാനാവിധമാക്കപ്പെട്ടു. നമുക്കവിടെ വായിക്കുന്ന അവസാനം അവൻ തിന്നാൻ വാളവരെ ഇച്ഛിച്ചു. അവിടെ നമ്മൾ വായിക്കുന്ന പന്നി തിന്നുന്ന ആ വാളവരെ ഇച്ഛിച്ചു, അതുപോലും അവന് കിട്ടിയില്ല. നമുക്കവിടെ കാണാൻ സാധിക്കുന്ന അപ്പോൾ സുബോധം വന്നു. അവൻ എങ്ങോട്ട് ഓടുക? അവൻ്റെ അപ്പൻ്റെ. വാസ്തവത്തിൽ ഇത്ര വലിയൊരു അപ്പൻ ഉണ്ടായിരുന്നു ആദ്യം, അല്ലേ? എൻ്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരകനായിരിക്കുന്ന ഒരു അപ്പൻ സ്വന്തം വീട്ടിലുണ്ടായിട്ട് പോലും അവനത് തിരിച്ചറിയാൻ സാധിച്ചില്ല. അവൻ അവൻ്റേത് വലുതായി കണ്ടുകൊണ്ട് അവൻ പോയി. പിന്നീട് അവൻ്റേത് വലുതായി കണ്ടതല്ല അവന് നഷ്ടമായപ്പോൾ അവൻ എന്തോ വന്നു? സുബോധം. ഇതെല്ലാം കർത്താവ് എന്തിനാ പറഞ്ഞതറിയോ? മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം. എന്താണ്? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എല്ലാം ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. അവൻ എന്നെ പോറ്റി പുലർത്തുവാനായിട്ട് മതിയായവനാണെന്ന് നീ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ അവൻ്റെ പക്കൽ എല്ലാം ഉണ്ട്. വിശ്വസിക്കുന്നവർ അവൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് ആദ്യം ഒന്നുകൂടെ വരാം. എല്ലാം വിട്ടു തിരിയുന്നില്ല എങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നീ ആരെ അനുഗമിക്കണം? എന്നെ അനുഗമിക്കണം. അങ്ങനെ അനുഗമിച്ചാൽ നിനക്ക് ആരായിട്ടിരിക്കാം? എൻ്റെ ശിഷ്യനായിട്ട് ഭൂമിയിൽ നിനക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ നീ എൻ്റെ ശിഷ്യനാവുമ്പോൾ മറ്റനേക ശിഷ്യന്മാർ നിനക്കുണ്ടാകുവാൻ ഇടയായിട്ട് തീരും. അങ്ങനെ തീരുമ്പോൾ അനേകർ ആരെ അറിയും? ഈ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിട്ട് തീരും. ആ നിലയിൽ ഈ ദൈവവചന കേൾവി മുഖാന്തരമാക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുന്നതാണ്.